പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനം 7-ാം ദിവസം. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് 4-ാമത്തെ ശ്ലോകം. മഹേന്ദ്രോ മലയസഹ്യോ ദേവതാത്മാ ഹിമാലയ ധ്യേയോരൈവതകോ വിന്ധ്യു ഗിരിശ്ചാരാവലിസ്ഥതാ. ഭാരതം പർവ്വതങ്ങളുടെ നാടാണ്. പ്രമുഖമായ പർവ്വതനിരകളെ പ്രകീർത്തിക്കുന്നതാണ് 4-ാമത്തെ ശ്ലോകം. മഹേന്ദ്ര പർവ്വതം, അതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ട പർവ്വതശ്രേഷ്ഠൻ. നമ്മുടെ രാഷ്ട്രത്തിലെ പർവ്വതങ്ങളെ രണ്ടായി നാം തരംതിരിച്ചു. പ്രധാനമായിട്ട് അതിലൊന്ന് പശ്ചിമഘട്ടം, 2 പൂർവഘട്ടം. ഒഡീഷ മുതൽ തമിഴ്നാട് വരെ നീണ്ടുകിടക്കുന്ന പ്രാചീന പർവ്വതനിരയാണ് പൂർവഘട്ടം. അതിൽ ഒഡീഷയിലെ ഗജാം ജില്ലയിലുള്ള ഏറ്റവും ഉയർന്ന ഭാഗമാണ് മഹേന്ദ്ര പർവ്വതം. മഹേന്ദ്രൻ, ഉയരം 5000 അടി. പരശുരാമന്റെ തപസ്ഥാനം, 4 വിശേഷ ക്ഷേത്രങ്ങളുമുള്ള തീർത്ഥസ്ഥലമാണ് ഈ മഹേന്ദ്ര പർവ്വതം. രാജേന്ദ്ര ചോളൻ 11-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു കീർത്തിസ്തംഭം സ്ഥാപിച്ചു. മഹേന്ദ്ര, തനൈ എന്നീ നദികൾ ഇവിടെ നിന്നും ഉത്ഭവിക്കുന്നു. പ്രാചീന സപ്താചല ശ്ലോകത്തിൽ മഹേന്ദ്ര പർവ്വതവുമുണ്ട്. വാൽമീകി രാമായണത്തിൽ ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൽ ലങ്കയിൽ നിന്നും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ലങ്കയിൽ നിന്നും തിരിച്ചെത്തി എന്ന ഐതിഹ്യവുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പർവ്വതം മഹേന്ദ്രൻ, രണ്ടാമത്തേത് മലയൻ, മഹേന്ദ്രോ മലയൻ. മലയപർവ്വതത്തെ നീലഗിരി എന്ന പേരിലും അറിയപ്പെടുന്നു. കർണാടകത്തിലെ നീലഗിരി ജില്ലയിലുള്ള ഈ പർവ്വതം ചന്ദന മരങ്ങൾക്കും നീലഗിരി മരങ്ങൾക്കും പ്രസിദ്ധമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇതിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. പ്രാചീന പർവ്വത സ്മരണാ ശ്ലോകത്തിൽ ഇതിൻ്റെ പേരുണ്ട്. മലയാളം എന്ന വാക്കുമായി ഈ പർവ്വതത്തിൻ്റെ പേര് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ മലയപർവ്വതം ഭാരതീയ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതങ്ങളിൽ ഒന്നായിട്ട് പരിഗണിച്ചു വരുന്നു. തലക്കാവേരിയും മൂകാംബികയുമെല്ലാം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരുപാട് തീർത്ഥങ്ങളാൽ സമ്പുഷ്ടമാണ് മലയപർവ്വതം. മഹേന്ദ്രൻ, മലയൻ, സഹ്യൻ. മഹേന്ദ്രോ മലയ സഹ്യോ, സഹ്യപർവ്വതം. ഗുജറാത്ത് മുതൽ കേരളത്തിൻ്റെ തെക്ക് വശം വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം സഹ്യാദ്രി. ശബരിമല, പഞ്ചവടി, മഹാബലവേശ്വർ, കരവിൽ തുടങ്ങി നിരവധി തീർത്ഥങ്ങൾ ഇവിടെയുണ്ട്. ശിവാജിയുടെ ശിവനേരി, പ്രതാപ്ഗഡ്, റായ്ഗഡ്, പുരന്ദർ, സിംഹഗഡ് എന്നീ കോട്ടകൾ ഈ പർവ്വതനിരയിലാണുള്ളത്. കിഴക്കോട്ടൊഴുകുന്ന ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര എന്നിവയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നിരവധി ചെറുനദികളും കോടിക്കണക്കിന് ജനങ്ങളെ തുണയ്ക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഏറെ വിവാദമുണ്ടാക്കിയതാണ് പശ്ചിമഘട്ട സംരക്ഷണം. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. ഈ സമയത്ത് നമ്മുടെ താമരശ്ശേരിയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ കത്തിച്ച് കളഞ്ഞ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാധവ് ഗാഡ്ഗിൽ 30 വർഷക്കാലം ഈ പശ്ചിമഘട്ടത്തിൽ ഒരു സന്യാസിയെപ്പോലെ സഞ്ചരിച്ച മഹാത്മാവ് അതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ചു. എന്നിട്ട് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ നമ്മുടെ നാട് രക്ഷപ്പെടും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമായ നദികൾ 90% ഉത്ഭവിച്ചൊഴുകുന്നത് ഈ സഹ്യപർവ്വതത്തിൽ നിന്നാണ്, പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അവിടെയാണ് അനധികൃതമായിട്ട് ആയിരക്കണക്കിന് ക്വാറികൾ പ്രവർത്തിക്കുന്നു. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കീഴിലുമാണ്. അവരുടെ കുൽസിത താല്പര്യങ്ങളും അവരുടെ മതപരിവർത്തന ശ്രമവുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പശ്ചിമഘട്ടത്തെ തകർക്കുന്ന പൈസ കൊണ്ടാണ്. അതുകൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും റിപ്പോർട്ടിനെ ഒന്ന് പുതുക്കിയൊക്കെ എടുത്തത്. എന്നാൽ ഈ രാജ്യത്തെ, രാഷ്ട്രത്തെ, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും പറഞ്ഞു,
ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനേക്കാൾ മികച്ചതായ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നാം സംസാരിച്ചു. മഹേന്ദ്രൻ, മലയൻ, സഹ്യൻ. അടുത്ത പർവ്വതങ്ങളെക്കുറിച്ച്, ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.